ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ മകനും മരുമകളും കൂടെ അകത്തു നിന്ന് പറയുന്നത് കേട്ട് പേടിച്ച് വിറച്ച് നിക്കറിൽ മൂത്രം ഒഴിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ദേ അവളവിടെ ബസ്സിൻ്റെ മുന്നിലൊക്കെ അമ്മയുടെ പേര് എഴുതി വെച്ച് ചാടി മരിക്കുമെന്നൊക്കെ പറഞ്ഞു. പേടിച്ചു വിറച്ച് ഇങ്ങനെ നിൽക്കുക. ദേ സച്ചിക്ക് രേവതി എന്ന് വെച്ചാൽ ജീവനാ. ദേ അതുമാത്രമല്ല, അച്ചമ്മയെങ്ങാൻ ഈ വിവരം അറിഞ്ഞാലോ, എൻ്റെ ദൈവമേ, അച്ഛൻ ഉറപ്പായിട്ട് ഇത് പോലീസിന് പറഞ്ഞും കൊടുക്കും. എനിക്കറിയാൻ മേലേന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞ് മകൻ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രപതി ദൈവങ്ങളെയൊക്കെ വിളിക്കുവാണ്. അങ്ങനെ ഒരു ഇഡിയറ്റിനെ പോലെ സംസാരിക്കാതെ ശ്രുതി. ഇതിനു മുന്നേ എത്രയോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊന്നും രേവതി ആത്മഹത്യ ചെയ്യാൻ പോയിട്ടില്ലല്ലോ എന്ന് ശ്രുതി പറയുന്നു. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ശ്രുതി പറയാം. ശ്രുതി ആവശ്യമില്ലാത്തതൊന്നും ചുമ്മാ കയറി പറയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞതായോ കുറ്റമൊന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി അന്നേരത്തേക്കും അവിടെ നിന്ന് ചോദിക്കുന്നു. ചന്ദ്രമതി അവിടെ നിന്ന് കാറിക്കൂവി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശ്രുതി വന്ന് കിടക്കാൻ നോക്കും. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ടോ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചുകൊണ്ട് പോവാ ശ്രുതിയെ. പക്ഷേ ചന്ദ്രമതിക്ക് പേടിയാണ്. ചന്ദ്രമതിയാണ് പേടിച്ച് വിറച്ചിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് ഈ ശരത്ത് ഈ വിവരം ചെന്ന് ഇവനോട് കൂട്ടുകാരനായ ആൻ്റണിയോട് പറഞ്ഞു. അപ്പോൾ ആൻ്റണിയോട് പറഞ്ഞപ്പോൾ ആൻ്റണി അവിടുന്ന് വിഷം കുത്തിവെച്ച് കൊടുക്കാതിരിക്കില്ലല്ലോ, അതുപോലെ തന്നെ അങ്ങ് ചെയ്യുന്നു. അപ്പോൾ സച്ചി ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ അമ്മയോട് പറഞ്ഞതെന്ന് ഇവൻ ആൻ്റണിയോട് പറയുക കേട്ടോ. ചേച്ചി സച്ചിയുടെ വീട്ടിലിപ്പോൾ എത്തി കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ചേച്ചി വീട്ടിലെത്തിയിട്ടില്ല എന്ന് ശരത്ത് പറയുവാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വന്നാലോ എന്ന് ശരത്തിനോട് ഇവന്മാരിങ്ങനെ ചോദിക്കുന്നു. നീ നിൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്കിക്കേ, രേവതി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സച്ചി നിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻ്റണി പറഞ്ഞനുസരിച്ച് വീട്ടിലോട്ട് വിളിക്കുക ശരത്ത്. അപ്പോൾ ചേച്ചി വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ദേവു. എന്താടാ നീ എവിടെ ഇത്, പെട്ടെന്ന് വീട്ടിലേക്ക് വാ, സമയം കുറേ ആയില്ലേ ചോദിക്കുമ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ശരത്ത് എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞു ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന്. വന്ന് കാണുമെന്നോ ഞാനും കരുതിയതെന്നൊക്കെ പറയാം. എനിക്കെന്തോ പേടി തോന്നുന്നു ആൻ്റണി ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശരത്ത് ഇവനോട് പറയുമ്പോൾ ആൻ്റണി ഇരുന്ന് ഇങ്ങനെ ഗൂഢമായി ആലോചിക്കുവാണ്. വെള്ളം അടിക്കുന്നുണ്ട്. അടുത്ത കുറുക്ക് വഴി പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ പറയുവാണ്. ചേച്ചിയെ കാണാനില്ല, സച്ചി എനിക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞ് നീ ഒരു പരാതി അങ്ങ് കൊടുക്കാൻ ആൻ്റണി പറഞ്ഞു കൊടുക്കുക. അതൊന്നും വേണ്ട ആൻ്റണി ഏട്ടാ, ഒന്നും ശരിയാവില്ല, എവിടെയെങ്കിലും പെട്ടുപോയതായിരിക്കും, ചേച്ചി വന്നോളൂ എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ എടാ സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, ദേഷ്യം വന്നാൽ അവൻ എന്തും ചെയ്യുന്ന ഒരുത്തനാണെന്ന്. ഇനി ആരാണ് എന്താണെന്നൊന്നും അവൻ നോക്കാത്ത ഒരുത്തനുവാ. അവൻ രേവതി ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടേ ഒന്നും അറിയാത്ത ഭാവത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി അന്വേഷിച്ച് നടക്കുന്നതാണെങ്കിലോ എന്ന് ആൻ്റണി ശരത്തിനോട് ചോദിച്ചു. ശരത്ത് അതും വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അല്ല ആൻ്റണി ഏട്ടാ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എടാ ന്യൂസിലൊക്കെ നീ എത്രത്തോളം വാർത്തകളൊക്കെ കാണാറുള്ളത് എൻ്റെ ശരത്തെ. സച്ചിയെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ആൻ്റണി ഏട്ടാ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലടാ, ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയും സംഭവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി ഇങ്ങനെ പറയുമ്പോൾ എടാ നീ ഇവിടെ ഇരുന്നിട്ടേ ഒരു കാര്യവും ഇല്ല, നിന്റെ ചേച്ചി വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും നിനക്ക് വേണ്ട. അവരെ കാണാതായതിൻ്റെ പിന്നിൽ സച്ചിയുണ്ട്, അത് ഉറപ്പാ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. നീ സ്റ്റേഷനിൽ ചെന്ന് സച്ചിക്കെതിരെ ഒരു പരാതി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ നിർബന്ധിക്കുക ഈ ശരത്തിനെ. അങ്ങനെ അവന്മാരെല്ലാവരും കൂടി ശരത്തിനെ വഴി തെറ്റിച്ച് ആ വഴിക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നു. എടാ നീ ഒന്ന് ഇവൻ്റെ കൂടെ ചെന്നേ, ഇവൻ ചെന്ന് പരാതി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് എന്തായാലും സച്ചിയെ പോലീസ് പിടിക്കും, ചോദ്യവും ചെയ്യും, നന്നായിട്ട് പെരുമാറും, അവനെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൻ്റണി ഇരിക്കുക. ശരത്ത് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ഈച്ചയും സച്ചിയും കൂടെ കടകളായ കടകളും നാടായ നാടും മുഴുവനും കയറി ഇറങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ കോള് സച്ചിക്ക് വന്നു. അപ്പോൾ ആരാടാന്ന് ചോദിച്ചപ്പം അച്ഛനാണെന്ന് പറഞ്ഞു. നീ എന്തായാലും ഫോൺ എടുക്കാൻ പറഞ്ഞു ഈച്ച. ഹലോ അച്ഛാ. മോനെ എടാ നീ രേവതി എങ്ങാനും കണ്ടോടാ? അപ്പം ഇല്ല അച്ഛാ. കണ്ടില്ല ഇത്രയും നേരമായിട്ടും? എടാ നീ എല്ലായിടത്തും ഒന്ന് അന്വേഷിച്ചില്ലേ? അപ്പം അന്വേഷിച്ചച്ചാ. ഇപ്പോൾ എവിടെ പോയതാണെന്ന് നമ്മൾ കരുതും, എന്നോട് പിണങ്ങി പോയതായിരിക്കും അച്ഛാ, ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയുമ്പം അയ്യോ മോനെ അങ്ങനെയൊന്നും നീ ചിന്തിക്കരുതെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം ഞാനിനി എവിടെ പോയി അന്വേഷിക്കുക അച്ഛാന്ന് ചോദിക്കുമ്പം നീ ഒരു കാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അച്ഛാ പരാതി കൊടുക്കാൻ എന്താ അച്ഛനീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എടാ ഇത്രയും സമയമായിട്ട് അവൾ വന്നില്ലല്ലോടാ, നീ അന്വേഷിച്ചിട്ട് അവളെ കണ്ടെത്താനും കഴിഞ്ഞില്ലല്ലോ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വേറെ, മോനെ നീ എത്രയും വേഗം ചെന്നൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അവരും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പം രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അച്ഛാന്നൊക്കെ ചോദിച്ചപ്പം മോനെ നീ ഇങ്ങനെ പേടിച്ചാലോ, എടാ ഒന്നും സംഭവിക്കില്ല, എന്ത് സംഭവിക്കാനോ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നമ്മളറിയാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു.
എന്തായാലും മോൻ പോയി ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞനുസരിച്ച് പരാതി കൊടുക്കാനായിട്ട് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ശരത്ത് അവിടെ മുന്നേറി എന്ന് ഈ പരാതി കൊടുത്തു. എന്നിട്ട് ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ സാർ എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പരാതി തരാൻ വന്നത് സാർ, ഇപ്പം തന്നെ ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുമ്പം രേവതിയുടെ മിസ്സിങ്ങിന് പിന്നിൽ അവരുടെ ഹസ്ബൻഡ് സച്ചി ആണെന്നാണല്ലോ തൻ്റെ പരാതി. ഈ സച്ചിയെ സംശയിക്കാൻ എന്താണ് കാരണമെന്നൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് സർ, ദേഷ്യം വന്നാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ്, കുടിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറയുക. ഇന്ന് കണ്ട ആളായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ നാളെ കാണുക എന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചിയെ ഇനി അദ്ദേഹം ഉപദ്രവിക്കാറൊക്കെ ഉണ്ട് സാറെന്നും പറയുക, മാനസികമായിട്ട് പീഡിപ്പിക്കാറും ഉണ്ടെന്നും പറഞ്ഞു. അത്ര നല്ല സമാധാനത്തോടെയൊന്നും അല്ല ചേച്ചി അവിടെ കഴിയുന്നത് എന്നൊക്കെ പറയുമ്പം ഇതെല്ലാം പോലീസുകാർ എഴുതി വെക്കുമല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തിനാ ഇദ്ദേഹത്തിൻ്റെ തലയിൽ എന്നെ കെട്ടിവെച്ചതെന്നൊക്കെ ചേച്ചി അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവല്ലോ സാർ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരും ഇത് അതേ നിഗമനത്തിലെത്തുക. പ്ലീസ് സാറിൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തന്നെ സാറെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സച്ചിയും ഈച്ചയും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിലെത്തി. എടാ നമുക്ക് പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈച്ച പറയുമ്പോൾ എടാ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ എന്ന് സച്ചി ചോദിച്ചു. ഇനി എന്ത് അന്വേഷിക്കാനാണ്, വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയും ഈച്ചയും കൂടെ ഓടി അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ ഒരാളെ കാണാനില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ശരത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ശരത് കാണാതെ ആയതാണോ അതോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് ചോദിച്ചു ശരത് സച്ചിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സച്ചി ഞെട്ടി, ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ട് നമ്മുടെ സച്ചി ഈച്ചയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ തിളച്ച് നിൽക്കുക, അതിനിടയിൽ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് സംശയമുണ്ട് എൻ്റെ ചേച്ചിയെ നിങ്ങൾ എന്തോ ചെയ്തതാണെന്ന്. അപ്പോൾ എന്താണോ നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ശരത്തിനെ അടിക്കാൻ കൈ വാങ്ങുമ്പോഴത്തേക്ക് എടാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് അതായത് SI സാർ എഴുന്നേറ്റു. താൻ എന്താണോ കാണിക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ കയറി കയ്യേറ്റം കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ എൻ്റെ വൈഫിനെ ഇന്ന് രാവിലെ മുതൽ കാണാറില്ല, ഞാൻ കംപ്ലയിൻറ്റ് തരാൻ വന്നതാണെന്ന് പറയുമ്പം അവളെ കാണാതായതിൻ്റെ പിന്നിൽ നീയാണെന്നാണല്ലോ ഇവൻ പറയുന്നത് എന്ന് ഈ SI സാറ് ശരത്തിനെയും സച്ചിയെയും ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ നിന്നെ സംശയം ഉണ്ടെന്നും പറഞ്ഞ് ഇവൻ ഇവിടെ പരാതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ എന്തോ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചേച്ചി വീട് വിട്ടു പോയതെന്നും അല്ലെങ്കിൽ ഇയാൾ എന്തോ എൻ്റെ ചേച്ചി ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഈ നമ്മുടെ ശരത്ത് പറയുവാണ്. സച്ചി അന്തം വിട്ട് നിൽക്കുക. പരാതി തരാൻ വന്നതൊക്കെ വേറെ നാടകം മാത്രമാണ് സാർ, മറ്റാരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ശരത്ത് നീ നിർത്തിക്കോളാൻ പറഞ്ഞു. എല്ലാം കൺമുന്നിൽ കണ്ടതുപോലെ സംസാരിക്കരുത്, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞ് ശരത്തിനോട് സച്ചി ദേഷ്യപ്പെടുമ്പോൾ എടാ നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് SI സാറ് സച്ചിയോട് ദേഷ്യപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ വിളച്ചെടുക്കുന്നോടാന്ന് ചോദിച്ച് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സാർ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, കണ്ടില്ലേ സാറിന് മനസ്സിലായി കാണുമല്ലോ, ചേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ ഇദ്ദേഹം തന്നെയാണെന്നൊക്കെ ഈ ശരത്ത് പറഞ്ഞു. സാർ വിശദമായി ചോദ്യം ചെയ്താൽ ഇയാൾ അത് സമ്മതിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് സച്ചി ഇയാളോട് ചോദിക്കുമ്പം നിനക്കും വൈഫിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ അവൾ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പം ഈച്ച ഓടി വന്നിട്ട് സാർ അയ്യോ ഒരിക്കലും ഇല്ല സാർ, അങ്ങനെയൊന്നും ഇല്ല സാർ, ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് ഈച്ച വന്ന് പറയണം. ഇന്നേ വരെ രേവതി ഇവൻ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ സാർ, അവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ, അതുപോലെ തന്നെ ഇവർ തമ്മിൽ വല്ലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമില്ല സാർ എന്ന് ഈച്ച പറഞ്ഞു. ഇന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായായിരുന്നോ, വഴക്കടിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല സാർ, അതിന് മാത്രം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം പറഞ്ഞു. ഞാൻ അവളെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല സാർ, അവൾ എവിടെ പോയതെന്ന് എനിക്ക് അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞു. ഫോണും സ്വിച്ച് ഓഫ് ആണെന്നും ഒന്ന് അന്വേഷിക്കണം സാറെന്നും സച്ചി ഇങ്ങനെ ഇവരോട് പറയുമ്പം ഇതൊക്കെ വെറും അഭിനയമാണ് സാർ, വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ ഇയാൾ സത്യം പറയുമെന്നും പറഞ്ഞ് ശരത്ത്. അപ്പോഴത്തേക്കും എടാ ശരത്തേ, ഇവൻ നിന്റെ ആരാടാ, ഒരു അന്യനെ പോലെയാണല്ലോ നീ ഇപ്പോൾ പെരുമാറുന്നതെന്ന് ഈച്ച ചോദിച്ചു. എനിക്കെൻ്റെ ചേച്ചിയാണ് മുഖ്യമെന്ന് ശരത്ത് പറയുമ്പം ഇവനെ അകത്തിടാൻ വേണ്ടി നീ കരുതിക്കൂട്ടി കള്ളപ്പരാതി കൊടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പം സാർ ഞാൻ തന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് സാർ വേണ്ട രീതിയിലൊന്ന് അന്വേഷിച്ചാൽ സാറിന് മനസ്സിലാകുമെന്നും പറഞ്ഞു ശരത്ത്. അപ്പോൾ സാർ ഇവൻ പറഞ്ഞില്ലേ ഇവൻ്റെ ചേച്ചിയാണ് ഇവന് മുഖ്യമെന്ന്, അവൾ പറഞ്ഞതുപോലും അനുസരിക്കാതെ നടക്കുന്നവനാണ് ഇവനൊരു താന്തോന്നിയാണെന്നൊക്കെ സച്ചി ശരത്തിനെ പറ്റി പറഞ്ഞു. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇവൻ അങ്ങനെ ഒരു പരാതി തന്നതെന്നും സച്ചി പോലീസുകാരനോട് പറയാം. അങ്ങനെ കൊടുക്കാൻ നോക്കിയതാ ശരത്ത്, പക്ഷേ ചീറ്റി പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. സാർ ഒന്ന് അന്വേഷിക്കണം സാർ എന്ന് പറഞ്ഞ് എന്നെ കാണാതിരിക്കാൻ അവൾക്ക് ആവില്ല സാർ, എവിടെ ചെന്നാലും അവൾ നേരത്തെ വീട്ടിലെത്താറുള്ളതാണെന്നൊക്കെ സച്ചി പറഞ്ഞു. ഇതെന്ത് പറ്റിയതാണെന്നൊന്നും അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പോലീസുകാരനാകെ കൺഫ്യൂഷനിലായി. ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് സാർ, ഇവിടെ എങ്ങും ഇല്ല, എവിടെയും കാണാനും കഴിഞ്ഞില്ല സാർ, ഒന്ന് അന്വേഷിക്കണം സാർ പ്ലീസ് സാർ, ഉറപ്പായിട്ടും അവളെ കണ്ടെത്താൻ പറ്റും സാർ, ഒന്നും അന്വേഷിക്കണം സാർ പ്ലീസ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പരിസരത്ത് മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീയൊക്കെ എന്താണോ ഇവിടെ കിടന്ന് കാണിക്കുന്നത്, താൻ എന്താണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ശരത്ത് വീണ്ടും ഇത് നുണയാന്ന് പറയാം. അപ്പോൾ ഇയാളുടെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞു പരാതി പറയുന്നു.
നീ ഇവനെക്കുറിച്ച് പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് SI സാറ് ശരത്തിനോട് പറയാം. എന്തായാലും ഞങ്ങൾ FIR ഇടാം, എന്നിട്ട് അന്വേഷിക്കാം, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ പറഞ്ഞില്ല അന്വേഷിക്കാമെന്ന്, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് സച്ചി ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോൾ ശരത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സച്ചേട്ടാ, നിങ്ങൾ എൻ്റെ ചേച്ചി എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചിക്ക് രക്തം തിളച്ച് വന്നു. ശരത്തേ, ഈ സമയത്ത് നീ ഈ വക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സച്ചി. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകത്തേ ഉള്ളൂ എന്നും. അപ്പോൾ ഗുണ്ട പിന്നിൽ നിൽക്കുക, ആൻ്റണിയുടെ ഗുണ്ട. അപ്പോൾ രേവതി ഞാനും എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അവളില്ലെങ്കിൽ ഞാനില്ലെന്ന് നിനക്കറിയാം, ഞാനില്ലെങ്കിൽ അവളും ഇല്ലെന്ന് നിനക്കറിയാം. എന്നിട്ട് അത് നന്നായിട്ട് അറിയാമെന്ന് നീ എന്തിനാണ് ഇങ്ങനെ പരാതി കൊടുത്തത്? അപ്പോൾ നിങ്ങളുടെ സ്വഭാവം ഏതു നിമിഷം മാറുമെന്ന് എനിക്ക് അറിയാമല്ലോ എന്ന് ശരത്ത്. ഇന്നലെ ചിരിപ്പിച്ച നിങ്ങൾ ഇന്ന് കരയിപ്പിക്കും, അങ്ങനെ ഒരുത്തനാണ് നിങ്ങൾ. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തതെന്ന് പറഞ്ഞു. നിനക്ക് എന്നോടുള്ള ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. കണ്ട തെമ്മാടികളുടെ കൂട്ടുകൂടരുതെന്ന് അവൾ പറഞ്ഞിട്ട് നീ കേട്ടോ? നിന്റെ ചേച്ചിയോടുള്ള നിന്റെ സ്നേഹം എനിക്കറിയാം. എടാ, നിനക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും സ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതിക്കൂട്ടി വിഷയമൊന്നും മാറ്റണ്ട. എൻ്റെ ചേച്ചി നിങ്ങൾ എന്താ ചെയ്തേ അത് പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ ശരത്തെ മിണ്ടാണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു സച്ചി, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശരത്തെ നീ പോടാ, ഇപ്പോൾ തമ്മിൽ തല്ലാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് ഈച്ച ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ശരത്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശരത്ത് പോയപ്പോഴും സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഈച്ച പിന്നെ സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി. ഇവർ വീണ്ടും എല്ലായിടവും നടന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. എല്ലായിടവും നടന്ന് നോക്കി എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സച്ചി വണ്ടി അങ്ങ് നിർത്തി. അപ്പോൾ ഈച്ച ചോദിച്ചു എന്താടാന്ന്. അപ്പോൾ ഓടി 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 തളർന്നു നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈച്ചയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നീ വണ്ടി ഓടിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈച്ച പറഞ്ഞനുസരിച്ച് സച്ചി പറഞ്ഞനുസരിച്ച് ഈച്ച വണ്ടി ഓടിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് അവിടെ ഒരു പള്ളിയുടെ ഒരു ഇത് കണ്ടു. നമ്മുടെ സച്ചി അവിടെ ചെന്ന് അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ ഇത് കണ്ടപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് എൻ്റെ രേവതി ഇല്ലാണ്ട് പറ്റില്ല, എൻ്റെ രേവതി എനിക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു താന്നും പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു എൻ്റെ അച്ഛമ്മ എന്നോട് പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയെ പറ്റിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഭഗവാനോട് പറയുക കേട്ടോ. ഞാൻ മനസ്സറിഞ്ഞ് ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നും ആർക്കും ദോഷം വരുന്നൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു. എൻ്റെ രേവതി എനിക്ക് കാണിച്ച് താ, എൻ്റെ രേവതിക്കൊന്നും സംഭവിക്കരുതേ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ദൈവങ്ങളെ മുഴുവനും വിളിച്ച് കേണ് പ്രാർത്ഥിച്ച് രേവതിക്ക് വേണ്ടി ഇങ്ങനെ യാചിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.